നമസ്കാരം, ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ലാംഗ്വേജ് ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ ഭാഷാ വൈകല്യം, ഭാഷ ഉപയോഗിക്കുന്നതിലും അത് മനസ്സിലാക്കുന്നതിലും അത് പ്രകടിപ്പിക്കുന്നതിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് ലാംഗ്വേജ് ഡിസോർഡറിലേക്ക് വഴിതിരിക്കുന്നത്. ലാംഗ്വേജ് ഡിസോർഡേഴ്സും സ്പീച്ച് ഡിസോർഡേഴ്സും ഡിഫറെൻ്റ് ആണ്. സ്പീച്ച് എന്ന് പറയുമ്പോൾ അത് മെയിൻലി വാക്കുകളുടെ ഉച്ചാരണം, ആർട്ടിക്കുലേഷൻ, അതിൻ്റെ വോയിസ്, ഫ്ലുവൻസി ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ലാംഗ്വേജ് ഡിസോർഡറിൽ അതിൻ്റെ ആശയവിനിമയത്തെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ലാംഗ്വേജ് ഡിസോർഡേഴ്സിൽ ഉണ്ടാവുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഒരു സെൻറ്റൻസ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് സംസാരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എഴുതുന്നതിലും വായിക്കുന്നതിലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുണ്ടാവും. ആൻഡ് വേർഡ്സുകൾ, ചില വാക്കുകൾ സ്കിപ്പ് ചെയ്യും സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ, ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്യും, വാക്കുകൾ ഫൈൻഡ് ഔട്ട് പ്രോപ്പർ ആയിട്ടുള്ള വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം, അർത്ഥമില്ലാതെ സംസാരിച്ചു പോവുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് കാണാൻ പറ്റും. ലാംഗ്വേജുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ലേണിംഗ് ഇമ്പയർമെന്റ് ഉണ്ട്. അതായത് ദേ വിൽ ഹാവ് എ ഡിഫിക്കൽട്ടി ടു അക്വയർ ലാംഗ്വേജ് സ്കിൽസ് വിതൗട്ട് എ പ്രോപ്പർ റീസൺ. ഇതൊരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ്. അതേപോലെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിന്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് ഇമ്പയർമെന്റ്സ് ഉണ്ടാവാം. ആൻഡ് ലേണിംഗ് ഡിസേബിലിറ്റിയുടെ ഭാഗമായിട്ട് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ എന്നൊക്കെ പറയും, ലാംഗ്വേജ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അഫേസിയ എന്ന് പറയും, ബ്രെയിനിൽ ഉണ്ടാവുന്ന ഡാമേജസ് കാരണം ലാംഗ്വേജ് ഇമ്പയർമെന്റ്സ് ഉണ്ടാവും. ബ്രോക്കാസ് അഫേസിയ, ബ്രോക്കാസ് റീജിയനിലുള്ള ക്ഷതം കാരണം സ്പീച്ചിന്റെ പ്രൊഡക്ഷനിൽ ബുദ്ധിമുട്ട് വരും. ആൻഡ് വെർണിക്സ് റീജിയനിലുള്ള വെർണിക്സ് അഫേസിയ എന്ന് പറയും, വെർണിക്സ് റീജിയനിലുള്ള ക്ഷതം കാരണം അതിന്റെ കോംപ്രിഹെൻഷൻ ബുദ്ധിമുട്ട് വരിക എന്നുള്ളതൊക്കെയാണ്. ആൻഡ് ഇതിന്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് മെയിൻലി അതൊരു മെഡിക്കൽ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയും ബൈ ഒബ്സർവേഷനിലൂടെ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഒരു ന്യൂറോ സൈക്കോളജിസ്റ്റോ ഒക്കെ ആയിട്ടായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ചില കേസുകളിൽ ഹിയറിംഗ് ടെസ്റ്റ് ഒക്കെ ചെയ്യും. ഇതൊരു ഹിയറിംഗ് ഡെഫ്നെസിന്റെ ഭാഗമല്ല എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി ത്രൂ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് തന്നെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. കോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. ജനറ്റിക് റീസൺസ് ഉണ്ട്, എൻവിറോൺമെന്റൽ റീസൺസ്. ഒരു കുട്ടി വളർന്നു വരുന്ന എൻവിറോൺമെന്റ് അവരുടെ ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യത്തക്ക ഉതകുന്നതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അതേപോലെ ബ്രെയിനിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, സ്ട്രോക്ക്, അതേപോലെ പ്രഗ്നൻസി, ഡെലിവറി സമയത്ത് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്, എക്സ്പോഷർ ടു സം ടോക്സിക് സബ്സ്റ്റൻസ്, പ്രീമച്യൂർ ബർത്ത് ഒക്കെ തന്നെ ലാംഗ്വേജ് ഇമ്പയർമെന്റ്സിലേക്ക് വഴിതിരിക്കാം. ഇത് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. സൈക്കോളജിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, OT തെറാപ്പിസ്റ്റ് എല്ലാവരും കൂടെ കൂടിയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. താങ്ക് യു.